ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു കൊല്ലം മുമ്പെടുത്ത വീഡിയോ ആണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വിശന്ന് വലഞ്ഞ ഞാൻ എല്ലാവരെയും പോലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സോഡാ കുപ്പി കണ്ടെത്തിയ കഥ. ഒരു പാക്കറ്റ് ചിപ്സ് പോലും ഇല്ലാത്ത വീട്ടിൽ വല്ല ഫ്രൂട്ട്സും ഉണ്ടോ എന്ന് നോക്കി പോയ ഞാൻ ഒരു ചീഞ്ഞ പാഷൻ ഫ്രൂട്ട് മാത്രമാണ് കണ്ടെത്തിയത്. പിന്നെ വീടിന് വെളിയിലേക്കൊന്നിറങ്ങി. കുറേ മരങ്ങളുണ്ട്, കൂടെ കുറേ പഴങ്ങളും, മാങ്ങ, പാഷൻ ഫ്രൂട്ട് എന്നിവ. അങ്ങനെ വിദൂരതയിൽ ഞാനൊരു പാഷൻ ഫ്രൂട്ട് കണ്ടെത്തി. പക്ഷേ എല്ലാം നല്ല പൊക്കത്തിലാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ തീരെ വിശ്വസിക്കാൻ പോകുന്നില്ല. ബട്ട് നിങ്ങൾ വിശ്വസിക്കണം. അതാ നോക്കൂ, എനിക്ക് വേണ്ടി മാത്രം ഒരു പാഷൻ ഫ്രൂട്ട് വീണ് കിടന്നിരിക്കുന്നു. അതേ ഗൈസ്, സത്യമായിരുന്നു. അന്നത്തെ കാറ്റ് എനിക്ക് അനുകൂലമായതുകൊണ്ട് ആ പാഷൻ ഫ്രൂട്ട് എനിക്ക് തന്നെ കിട്ടി. അങ്ങനെ ആ പാഷൻ ഫ്രൂട്ടിനെ കഴുകി വൃത്തിയാക്കി ഇതൊരു മൊയ്ത്തോ ആക്കി കുടിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. 3 മണി വിശപ്പൊക്കെ തീരുമല്ലോ. ഒരു തീരെ മൂർച്ചയില്ലാത്തൊരു കത്തിയും എടുത്ത് അതിനെ ഒരു ചെടിയുടെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നു കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. കൺകുളിർക്കെ കാണുക. വളരെ മധുരമുള്ളൊരു പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ 3 ടീസ്പൂൺ വരെ പഞ്ചസാര ഇടുന്നത് നിങ്ങൾക്ക് കാണാം. കഷ്ടപ്പെട്ട് ഞാറ് പിഴിഞ്ഞു ഉരുക്കി ഒഴിച്ച് അവസാനം മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരു അളവിലേക്ക് ഞാൻ അതിനെ എത്തിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും മാധുര്യമാർന്ന എൻ്റെ ശബ്ദത്തെ ഓർമ്മിപ്പിക്കും വിധം കുറച്ച് പഞ്ചസാര അത് വേണ്ടുവോളം ചേർത്ത് ഇളക്കി ഞൊടിച്ച് അതിലെ കുരുകൾ മാത്രം വേർതിരിഞ്ഞ് കാണുന്ന പരുവം വരെ നമ്മൾ ഞൊടിച്ചെടുക്കുക. അപ്പോൾ എന്തോ നല്ല ടേസ്റ്റ് വരുന്നെന്നൊരു മനസ്സിലൊരു തോന്നൽ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ സോഡാ കുപ്പി, ഇവനാണല്ലോ എല്ലാത്തിനും കാരണം. എവിടെ നിന്ന് വന്നതാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. അതിനെയും കൂടെ ചേർത്ത് ആ മൊയ്ത്തോ, അത് ഇന്നും ഒരു വികാരം തന്നെ. ഒരു കൊല്ലമായി ഫോണിൽ കിടക്കുന്ന ഈ വീഡിയോ സംതൃപ്തിയോടെ ഡിലീറ്റ് ചെയ്യുന്ന സന്തോഷത്തോടുകൂടി ബൈ.